Hi everyone, welcome to Beginners channel English Spoken and Grammar class. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങളുടെ കമൻറ്റ് എന്നെ എഴുതി അറിയിക്കണം. പ്രസൻറ്റ് ടെൻസിൻ്റെ വിഭാഗങ്ങൾ എന്താണെന്ന് നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഡീറ്റെയിൽ ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെൻസാണിത്. എന്താണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് നോക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം, പെർഫെക്റ്റും കണ്ടിന്യൂസ് എന്നുള്ള ടു വേർഡ്സ്. ഓക്കെ, അതായത് ഈ ഒരു കാലത്തിൽ ഇത് പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യമാണ്, പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ്. അത് അവിടെ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രസൻറ്റ് വരെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ അത് സ്റ്റോപ്പായിട്ടുണ്ട്. ആ ഒരു ചെറിയ സന്ദർഭത്തിലും ഇത് യൂസ് ചെയ്യാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഷോസ് ദാറ്റ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ് ടൈം. ഓക്കെ, ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ് ടൈം. ആൻഡ് ഹിയർ present perfect continuous tense is used to describe the duration of an action that began in the past and continues into the present. അവിടെ ഡ്യൂറേഷൻ നമ്മൾ മെൻഷൻ ചെയ്യും. അതായത് ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾ കഴിഞ്ഞ 2 മാസമായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു, അങ്ങനെ 2 മാസമായിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈം നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഫോർ ലാസ്റ്റ് 2 months. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കാം, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ എൻട്രൻസ് എക്സാം ഫോർ ലാസ്റ്റ് 2 months. അങ്ങനെയായിരിക്കും ആൻസർ. ഞാൻ ഒരു മലയാളത്തിലെ എക്സാമ്പിൾ നമ്മൾ പറയാം, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് എങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതായത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രവൃത്തി അത് പ്രസൻറ്റിലും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മോസ്റ്റ്ലി നമ്മൾ പറയുന്നത് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ നമ്മൾ പറയും. അത് സ്റ്റാർട്ട് ചെയ്ത സമയം ഒന്നുകിൽ മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇപ്പം വരെയുള്ള ആ ടൈം നമ്മൾ മെൻഷൻ ചെയ്യും. അങ്ങനെയാണ് സാധാരണഗതിയിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ എന്ത് ചെയ്യുകയായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ 2 മാസമായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് എവിടെയായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി. അപ്പം അങ്ങനെ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്, അത് പാസ്റ്റിൽ ഒരു ടൈമിൽ സ്റ്റാർട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മുടെ സംസാരത്തിൽ എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു ഊഹം കിട്ടിക്കാണും അല്ലേ. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒരു ചാർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ഷൻ സ്റ്റാർട്ടഡ് പാസ്റ്റ്. ഓക്കെ, ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് സ്പീക്കിംഗ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, അതായത് ഈ സംസാരം വരുന്നത്, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആ ഒരു സംസാരം വരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ. ഇനി യൂസ് ഓഫ് സിൻസ് ആൻഡ് ഫോർ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യമാണ്, സ്റ്റിൽ പ്രസൻറ്റിലും കണ്ടിന്യൂ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, സിൻസ് ആൻഡ് ഫോർ. ഓക്കെ, സിൻസ് യൂസ് ചെയ്യുന്നത് ആ പാസ്റ്റിൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അവിടെ വരുമ്പോഴാണ് നമ്മൾ സിൻസ്, അതായത് പാസ്റ്റ് എന്നുള്ള ഈ സന്ദർഭത്തിലാണ് ഞാൻ പറയാം, ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ ഈ പാസ്റ്റ് ഈ ഭാഗത്ത് നമ്മൾ ഈ കാര്യം, അതായത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ സിൻസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതല്ല നമ്മൾ ഇവിടെ മുതൽ എത്ര കാലമായി, ഓക്കെ, ഹൗ ലോങ്,
എത്ര നാളായി ഇത് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതായത് ഫോർ 2 years, ഫോർ 6 months, ഫോർ 2 hours. അങ്ങനെ നമ്മൾ പറയുമ്പം അതിന് നമ്മൾ ഫോർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നു, അതായത് സിൻസ് 2012 or else സിൻസ് മോർണിംഗ്, സിൻസ് യെസ്റ്റർഡേ, അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം ഞങ്ങൾ എപ്പോൾ തുടങ്ങി എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ സിൻസ് പറയുന്നത്. അത് എത്ര നാളത്തേക്ക് ഡ്യൂറേഷൻ അതിൻ്റെ വ്യക്തമായിട്ട് പറയും. 2 months, ഫോർ 2 months, ഫോർ 5 years, അങ്ങനെ പറയുമ്പോൾ ഈ ഫോർ യൂസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് യൂസും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിൻസും ഫോറും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ സിൻസിൻ്റെയും ഫോറിൻ്റെയും. ഇനി ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ച് നമുക്ക് പഠിക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. സിൻസ് ഇൻഡിക്കേറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം. അപ്പോൾ സിൻസ് ഇൻഡിക്കേറ്റ്സ് എ പോയിൻ്റ് ഓഫ് ടൈം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സിൻസ് 2016, സിൻസ് മൺഡേ, സിൻസ് 5 o'clock, സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ, 2016 മുതൽ, ഞാൻ തിങ്കളാഴ്ച മുതൽ, 5 മണി മുതൽ, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് അവിടെ വരുമ്പോൾ നമ്മൾ സിൻസ് യൂസ് ചെയ്യും. ഇനി ഫോർ ഇൻഡിക്കേറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഫോർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പീരീഡ് ഓഫ് ടൈമാണ്. അതായത് എങ്ങനെയാണെന്ന് നോക്കാം ആ പീരീഡ് ഓഫ് ടൈം പറയുന്നത്. ഓക്കെ, ഫോർ 5 years, ഫോർ 1 week, ഫോർ 3 months, ഫോർ ലോങ് ടൈം, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഫോർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എവിടെയാണ് സിൻസും ഫോറും യൂസ് ചെയ്യുന്നത്. വെരി സിമ്പിൾ. സിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം വ്യക്തമാക്കുന്നു, പക്ഷേ ഫോർ നമ്മൾ ആ പീരീഡ് ഓഫ് ടൈം, അതായത് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇപ്പോൾ വരെയുള്ള ആ ടൈം ഡ്യൂറേഷൻ എത്ര കാലമായി എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നതെന്ന് നോക്കാം. ഐ, യു, ദേ, വി, അവിടെ നമ്മൾ ഹാവ് ആഡ് ചെയ്യണം. ഷീ, ഹി, ഇറ്റ് വരുമ്പം ഹാസ്. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഇതുപോലെയാണ് യൂസ് ചെയ്തത്. പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളൊരു കാര്യം കൂടി ആഡ് ചെയ്യണം, ബീൻ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ തേർഡ് ഫോമാണ് യൂസ് ചെയ്തത്. ബീൻ യൂസ് ചെയ്തില്ലായിരുന്നു, തേർഡ് ഫോമാണ് യൂസ് ചെയ്തത്. പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ വെർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ വർക്കിംഗ്. ഓക്കെ, അങ്ങനെ ദേ ഹാവ് ബീൻ വർക്കിംഗ്, വി ഹാവ് ബീൻ വർക്കിംഗ്, ഷീ ഹാസ് ബീൻ വർക്കിംഗ്, ഹി ഹാസ് ബീൻ വർക്കിംഗ്, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ ഞാൻ 2 വ്യക്തികളെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതേ സന്ദർഭങ്ങൾ എങ്ങനെയാണ് വരുന്നത്. ഇത്ര സമയം മുതൽ ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു, ഇത്ര ടൈം ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു, അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സിൻസും ഫോറും യൂസ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് ഇതിലൂടെ മനസ്സിലാകും. മദർ, ഐ എം ഫീലിംഗ് ഹംഗ്രി, ആർ യു പ്രിപ്പയറിംഗ് ഫുഡ്? ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിരിക്കുക മോള്. അപ്പം അമ്മയെ കണ്ടു, വിശന്ന് നന്നായിട്ട് വിശപ്പുണ്ട്. അപ്പം നോക്കുമ്പോൾ അമ്മ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളൂ. ആർ യു പ്രിപ്പയറിംഗ് ഫുഡ്? ഇപ്പോഴാണോ പ്രിപ്പയർ ചെയ്യുന്നത് ഫുഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം അത് അമ്മയ്ക്ക് മനസ്സിലായി, ഇപ്പോഴാണ് അമ്മ പ്രിപ്പയർ ചെയ്യുന്നത്, നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പാടില്ലേ എന്ന്. അപ്പം അമ്മ എന്താ ആൻസർ പറയുന്നതെന്ന് നോക്കാം. ഐ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഫുഡ് സിൻസ് 3 o'clock. നീ 4 മണിക്ക് വരുമെന്ന് എനിക്കറിയാം, ഞാൻ 3 മണി തൊട്ട് സ്റ്റാർട്ടാക്കിയതാണ്. ഇറ്റ് വിൽ ബി റെഡി വിത്തിൻ 10 minutes. ഇത് 10 മിനിറ്റ് കൊണ്ട് ഇപ്പം റെഡിയാകും എന്ന് പറഞ്ഞ് പറയുന്നു. അപ്പം ഞാൻ 3 മണി മുതൽ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഫുഡ് സിൻസ് 3 o'clock. ഇപ്പം സപ്പോസ് ഇത് 4 മണിക്കാണ് ഈ കുട്ടി ചോദിക്കുന്നതെന്ന് വെച്ചോ, അമ്മയ്ക്ക് വേറെ രീതിയിലും ആൻസർ പറയാമായിരുന്നു. അതായത് 3 മണിക്ക് സ്റ്റാർട്ടായ ഒരു കാര്യമാണ്. അപ്പോൾ ഐ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഫുഡ് ഫോർ 1 hour. ഞാൻ 1 മണിക്കൂറായിട്ട് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്, അങ്ങനെയും അമ്മയ്ക്ക്
പറയാവുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിലും നമുക്കിത് പറയാവുന്നതാണ്. ഓക്കെ, സിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് പറയുന്നു. ഫോർ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ ഡ്യൂറേഷൻ വ്യക്തമാക്കുന്നു, എത്ര ടൈമായിട്ട് നമ്മൾ ചെയ്യുകയാണ്, ആ പീരീഡ് ഓഫ് ടൈം അങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇത് രണ്ട് ഓഫീസ് മെമ്പേഴ്സ് തമ്മിൽ വർത്തമാനം പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, അവരുടെ ചാറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, I think your presentation is not up to the level. നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഇത്ര നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഇത് പ്രസൻറ്റ് ചെയ്ത ആളുടെ മറുപടി എന്താണെന്ന് നോക്കാം. അവർക്ക് ഇഷ്ടമായോ ആ കമൻറ്റ് എന്ന് നോക്കാം. You don't teach me. Oh, I have been working on this project for last 2 months. ഞാൻ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള 2 മാസമായി, നീ എന്നെ പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതായത് ഞാൻ 2 മാസമായിട്ട്, ഇവിടെ ഞാൻ പറയുന്നത് ഈ ലാസ്റ്റ് 2 months, അതാണ് ഞാനിവിടെ വ്യക്തമാക്കുന്നത്. ഹിയർ ക്യാൻ സി ദാറ്റ് ഹിയർ ലാസ്റ്റ് 2 months. ഓക്കെ, 2 months. അപ്പോൾ ഇവിടെ പീരീഡാണ് പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് 2 months. സപ്പോസ് ദിസ് ഈസ് ജാൻ മന്ത്, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു. You don't teach me. I have been working on this project since before Jan, that is since November. Since November എന്നും അവർക്ക് പറയാം. അതായത് 2 monthsനെ നമുക്ക് ആ രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സിൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും ഫോർ ലാസ്റ്റ് 2 months. അപ്പം നവംബർ മുതൽ ജാൻ വരെയുള്ള ടൈമിന് 2 മാസത്തെ ഡ്യൂറേഷൻ, അപ്പോൾ അവർ ആ 2 മാസം ഡ്യൂറേഷൻ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് സിൻസ് നവംബർ മന്ത് എന്നും പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, സെയിം മീനിങ് ആണ്. നവംബർ മുതൽ സ്റ്റാർട്ടായി ജാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും 2 മാസം അവർ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്റ്റിൽ. അതിന് പകരം പറഞ്ഞ് ലാസ്റ്റ് 2 months ഞാൻ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫോർ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഫോറിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇവിടുത്തെ കാര്യം നമുക്ക് നോക്കാം. ഹരി, ഡിഡ് യു ഫിനിഷ് ദ ഹോംവർക്ക്? ഹരി, ഡിഡ് യു ഫിനിഷ് ദ ഹോംവർക്ക്? ഓ, എന്തോ ടീച്ചർ നല്ല ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവൻ കളിക്കുന്ന കണ്ടപ്പോൾ ഇവൻ അങ്ങ് അതിശയായിപ്പോയി. ഇത്രയും നേരമായിട്ട് നീ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ നീ ഈ കളിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുക. ഹരി, ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഓക്കെ, അപ്പം ഹരിയുടെ ആൻസർ എന്ത് കൂളായിട്ടാണെന്ന് നോക്കണേ. നോ, ഐ ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് 4 o'clock. ഹോംവർക്കോ? ഞാൻ 4 മണിയായിട്ട് കളിക്കാൻ തുടങ്ങിയായിരിക്കാണ്. സിൻസ് 4 o'clock. You have to listen that here. Since I have used here, see, since 4 o'clock. 4 o'clock. അതായത് 4 മണി തൊട്ട് ഞാൻ കളിക്കുകയാണ്. സപ്പോസ് ഈ ഫ്രണ്ട് ചോദിച്ചിരിക്കുന്നത് 6 o'clockലാണെങ്കിൽ നോ, ഐ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ 2 hours. അങ്ങനെയും വേണമെങ്കിൽ ഈ കളിക്കുന്ന ആൾക്ക് പറയാവുന്നതാണ്. അവിടെ 4 യൂസ് ചെയ്ത് പറയാം. അതായത് 2 hours. കറക്റ്റ് അല്ലേ? സിൻസ് 4 o'clock മുതൽ 6 വരെ എത്ര ഡ്യൂറേഷൻ ഉണ്ട്? 2 hours ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ 2 മണിക്കൂറായിട്ട് കളിക്കുകയാണ്. അപ്പോൾ അത് 6 o'clockനാണ് ഈ ചോദ്യം വന്നതെങ്കിൽ 2 മണിക്കൂർ 2 മണിക്കൂറായിട്ട് ഞാൻ കളിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് 4 o'clockന് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഈ ചൈൽഡ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സിൻസ് 4 o'clock, അതായത് 4 o'clockന് സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് പറയാവുന്നതാണ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് നെക്സ്റ്റ് കോൺവെർസേഷൻ എന്താണെന്ന് നോക്കാം. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക? ഇയാൾ ചോദിക്കുകയാണ് ലേഡി അടുത്ത്, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക? അപ്പം നമ്മുടെ ലേഡിയുടെ ആൻസർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഐ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക. ഞാൻ അമേരിക്കയിലല്ലോ, അമേരിക്കയിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ലണ്ടൻ ഫോർ 3 years. ഞാൻ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ലണ്ടൻ ഫോർ 3 years. അപ്പോൾ ഇയാൾ ബൈ മിസ്റ്റേക്ക് ചോദിച്ചത്. ഇയാൾ വിചാരിച്ചു അവർ വർക്ക് ചെയ്യുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ ഐ ഹാവ് നോട്ട് ബീൻ, ഇവിടെ ഞാൻ സ്ട്രെസ് ചെയ്തിരിക്കുന്നത് ആ നെഗറ്റീവ് നോട്ട് ബീൻ. ഓക്കെ, നോട്ട് ബീൻ വർക്കിംഗ് ഹിയർ, നോട്ട്
ബീൻ വർക്കിംഗ്. അപ്പോൾ ഒരു നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഈ ഹെൽപ്പിംഗ് വെർബിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്തതിന് ശേഷം ബീൻ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ്. ഐ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക. ഞാൻ അമേരിക്കയിലല്ല വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ലണ്ടൻ ഫോർ 3 years. അപ്പോൾ ഇവിടെ ഹൗ ലോങ് ഹാവ് യു ബീൻ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് ആണെങ്കിൽ വാട്ട് യു ചേർത്തിട്ട് അതിൻ്റെ എന്താണ് നമ്മൾ ഡ്യൂറേഷൻ ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണം ഹാവ് യു ബീൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കൊടുക്കാം. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക. അപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ സ്ട്രക്ചർ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ, അപ്പോൾ ഒരു ഇച്ചിരി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ബൈ ഹാർട്ട് ആകും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. ഈ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നതെന്ന് നോക്കാം. ഹലോ നേഹ, വേർ ആർ യു? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ ലോങ് ടൈം. എന്തോ എവിടെയോ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം വിളിച്ച് ചോദിക്കുവാണ്, ഹലോ നേഹ, വേർ ആർ യു? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ലോങ് ടൈം. കുറേ സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നേഹ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോറി മൈ സിസ്റ്റർ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്. സോറി, ഞാൻ കുറേ നേരമായിട്ട്, അതായത് ഇവിടെ ടൈം ഞാൻ വ്യക്തമാക്കിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അവർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എവിടെ, എപ്പം മുതൽ എന്ന് വ്യക്തമാക്കിയിട്ടില്ല, എത്ര നേരം എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുറേ നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. ഓക്കെ, ഡോണ്ട് വറി, ഐ വിൽ ഹയർ എ ടാക്സി ആൻഡ് കം സൂൺ. ഞാനൊരു ടാക്സി പിടിച്ച് പെട്ടെന്ന് വരാം. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്, എവിടെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണും. ഇത് നിങ്ങളുടെ സന്ദർഭം, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നിങ്ങൾ അതിനെ യോജിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുകയും വേണം. അപ്പോൾ മാത്രമേ നമുക്ക് അത് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളുടെ സ്പോക്കണിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇതിനെ സ്പോക്കണിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ സ്പോക്കൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുക തന്നെ വേണം, അത് യൂസ് ചെയ്യണം. ആ ഒരു സ്ട്രക്ചർ നമ്മൾ, സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മളുടെ സംഭാഷണത്തിൽ നമ്മൾ, കോൺവെർസേഷനിൽ നമ്മൾ യൂസ് ചെയ്യണം. ആദ്യമൊക്കെ ചിലപ്പോൾ ചെറിയ തെറ്റുകളുണ്ടാകാം, പക്ഷേ എന്നാലും നമ്മൾ അത് യൂസ് ചെയ്ത് ശീലിക്കണം. ഒരു കാര്യം ചിലപ്പോൾ ചിന്തിച്ചായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ, ബിഗിനിങ്ങിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് അത് നമുക്ക് യൂസ് ചെയ്യുന്നത് ബൈ ഹാർട്ടാകും. എങ്ങനെയാണ്, എവിടെയാണ്, വിത്തൗട്ട് തിങ്കിങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ മോർ സിറ്റുവേഷൻ ഐ ഷോ യു. ഗായ്, ഹായ് ഗായ്, വാട്ട് ആർ യു ഡൂയിങ്? അപ്പം ഈ ഫ്രണ്ട്സ് എന്താ പറയണം നോക്കാം. വി ഹാവ് ബീൻ ഡാൻസിങ് സിൻസ് മോർണിംഗ്. അതെന്തോ സൺഡേ പാർട്ടിയാണ് കേട്ടോ. വി ഹാവ് ബീൻ ഡാൻസിങ് സിൻസ് മോർണിംഗ്, കം ആൻഡ് ജോയിൻ വിത്ത് അസ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ സിൻസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും പറയാം. വി ഹാവ് ബീൻ ഡാൻസിങ് ഫോർ 4 hours, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. 5 hours അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഈ രീതിയിൽ നമുക്ക് സിൻസ് മോർണിംഗ്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. സിൻസ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡ്യൂറേഷൻ 2 hours, ഫോർ 2 hours, ഫോർ 3 hours, ഫോർ 1 month. ഓക്കെ, അപ്പം ഏത് മന്താണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. ഏത് മന്താ അല്ലെങ്കിൽ ഏത് ഇയർ ആണെന്ന് നമ്മൾ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ സിൻസ് ഉപയോഗിക്കും. ഓക്കെ, സിൻസ് മൺഡേ, സിൻസ് ഫ്രൈഡേ, സിൻസ് ഡിസംബർ, സിൻസ് 2016. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. 4 യൂസ് ചെയ്യുമ്പോൾ ഫോർ 2 hours, ഫോർ 2 months, ഫോർ 2 years, ഫോർ പാസ്റ്റ് 3 months, അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പം നമ്മൾ സബ്ജക്റ്റ് പ്ലസ്, അതായത് ഐ, വി, ദേ, യു, അതിൻ്റെ കൂടെ ഹാവ് ആഡ് ചെയ്തിട്ട്
been plus verb plus ing form. That means ing form of verb. Okay. Then she, he, it അതിൻ്റെ കൂട്ടത്തിൽ has plus been plus verb ing form. ഓക്കെ, ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് എന്നെ എഴുതി അറിയിക്കണം. ബൈ.